ഗൈസ്, ഇന്ന് കർക്കിടകമാണ്. അന്നേരം ജസ്റ്റ് നമ്മൾ അമ്പലത്തിൽ പോകാന്ന് കരുതി. ഞാനുണ്ട്, നന്ദു ഉണ്ട്, ഞങ്ങളുടെ മമ്മി ഉണ്ട്. അപ്പൊ ഇങ്ങനെ പോയാലോ? കമോൺ ഗൈസ്. ഗൈസ്, ഇവിടുന്ന് 1 കിലോമീറ്റർ ഉള്ളതിന് നമ്മൾ നടന്നല്ല പോകുന്നത്, നമ്മൾ വണ്ടിയിലാണ് പോകുന്നത്. വണ്ടിയിൽ. അപ്പൊ കർക്കിടകമായിട്ട് എന്തോന്ന് എനിക്കറിയത്തില്ല. അമ്മയ്ക്ക് പറയാൻ നമുക്ക് നാണമായിട്ട് അമ്മ പറയുന്നു. ഋതുക്കൾക്ക് ബലിതർപ്പണം നടത്തുന്ന ദിവസമായിരുന്നു. പിന്നെ അത് തന്നെയല്ല, എല്ലാവർക്കും പോയി ബലിയിടാവുന്നത്. പിന്നെന്താ, എല്ലാവർക്കും പോയി ബലിയിടാം. എത്രയോ ആൾക്കാർ മരിച്ചവർക്ക് മാത്രമായിട്ട് ഇടുന്നതല്ല ബലി എന്ന് പറയുന്നത്. നമ്മൾ ചെയ്ത പാവങ്ങൾക്കൊക്കെ പരിഹാരം കാണാനായിട്ട് ബലിയിടുന്നത്. അല്ലാതെ മരിച്ചവർക്ക് മരിച്ചവർക്കാണ് കർക്കിടകവാദിന് കറക്റ്റ് അതാണ് പറയുന്നത്. അല്ലാതെ എല്ലാവർക്കും ബലിതർപ്പണം ചെയ്യാവുന്നതാണ്. ഓ, അങ്ങനെ ഉണ്ടല്ലേ? അതെനിക്കറിയത്തില്ല. ഞാൻ വിചാരിച്ചു മരിച്ചു കഴിഞ്ഞിട്ടായിരിക്കും. മരിച്ചവർ അത് മാത്രമല്ല, എല്ലാരും പോയി ബലിതർപ്പണം. അത് പെൺപിള്ളേർക്ക് ഇടാന്ന് എനിക്കറിയാം. ഞാനതല്ല പറഞ്ഞു. ഞാൻ വിചാരിച്ച് മറ്റേ നോർമലി മരിച്ച ആൾക്കാർക്ക് മാത്രമായിരിക്കുമല്ലോ. മറ്റേ അല്ലാതെ കർക്കിടകവാവെന്ന് പറയുന്നത് അവർക്ക് വേണ്ടി മാത്രം ഇടുന്നത്. കർക്കിടക മാത്രം, അല്ലാതെ അല്ലാതാണേലും ബലിയിടാൻ പോകാം നമുക്ക്. രണ്ടാണോ? രണ്ടും രണ്ടായിട്ടാണ് പറയുന്നത്. ചിലര് അല്ലാതെയും പറയുന്നത്. ഓക്കെ, പോവാൻ നോക്കാൻ പറ്റില്ല. അമ്പലം അടയ്ക്കും. അമ്മ കേറമ്മേ വണ്ടിക്കകത്ത്. എല്ലാ തവണയും ഇവിടെ നടന്ന് അങ്ങ് വരെ പോകാനാണ്. എന്താ ഒന്നുകൂടെ പറഞ്ഞേ? കേറിയോട്ട് മുണ്ടക്കൽ ശേഖരന്റെ മോളെ. റോഡിന്റെ പ്രത്യേകത നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നല്ല കിടിലൻ റോഡാണ്. ഇതിൽ ഓഫ് റോഡ് ചെയ്യേണ്ട എല്ലാവരും ഇതുവഴി വരണയാണ്. വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓഫ് റോഡ് ചെയ്യാം. ഓക്കേ, പോവാം. ലെറ്റ്സ് ഗോ. കമോൺ കമോൺ. എന്റെ ചുണ്ട കണ്ടോ? ചുണ്ട രാവിലെ ഉറുമ്പ് കടിച്ചതെന്നാണ് പറയുന്നത്. ഉറുമ്പ് കടിച്ചൊന്നുമല്ല, പല്ലി പെടുത്തതാ. പിന്നെ ഉമ്മാ ഗൈസ്, അങ്ങനെയാണ് മാമൻ പറയുന്നത്. എനിക്കിതുവരെ എന്റെ ചുണ്ടത്താരും പല്ലിയൊന്നും വന്നിട്ടൊന്നും. പല്ലി മൂത്രമൊഴിച്ചായിരിക്കും നിന്റെ ചുണ്ടത്ത്. അതങ്ങനെ 2 മണിക്ക് ഇവള് 2 മണിക്കൊക്കെ എണ്ണിച്ച് ജിലേബിയൊക്കെ കഴിക്കും. ജിലേബി മാഗി മുട്ടയൊക്കെ തിന്നിട്ട് പല്ലിയൊക്കെ ഉറങ്ങും. അയ്യോ ചുമ്മാ, ഞാൻ രാത്രി പല്ല് വെച്ചിട്ടാണ് ഉറങ്ങി കഴിയുമ്പോഴത്തേക്കിനും പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാ അപ്പൊ ആരെങ്കിലും വന്ന് നക്കുന്നതായിരിക്കും ഉള്ള ചുണ്ടത്ത്. അല്ല പല്ലിയോ പാറ്റയോ എരുമയോ എല്ലാം തട്ടി നക്കുന്നതായിരിക്കും. അങ്ങനെ നമ്മുടെ അമ്പലം എത്തി. നമ്മൾ ഓടിപ്പോകുകയാണ്. എന്താന്ന് വെച്ചാൽ എല്ലാ ദിവസവും അമ്പലത്തിൽ പോകുമ്പോ ഓടിപ്പോവാണ്. നമ്മൾ സമയത്തിന് എണ്ണിക്കാത്തോണ്ട്. അതല്ല, പായസം കഴിപ്പിക്കണം. വായോ വെച്ചിട്ട് പോകാനിരിക്കുന്നവരെ വലുത് നമ്മുടെ പ്രതിപൂജയ്ക്ക് കൊടുക്കും. എന്നിട്ട് അത് അതിന്റെ പ്രസാദം മേടിച്ച് ഇവിടെ കൊണ്ടുവന്നതിലേക്കകത്ത് കാക്ക വന്നെടുക്കും. ഓ, അതിനാണോ? അപ്പൊ ബലിയിടാൻ പോവണ്ടേ? ബലിക്ക് പോവാത്തവര് ഇത് വേണം. അമ്പലത്തിൽ നിന്ന് തൊഴുതിറങ്ങി നമ്മൾ പായസമൊക്കെ കഴിപ്പിച്ച് ഇതാണ് പ്രസാദം. എനിക്ക് റോസാപ്പൂ കിട്ടി. തീർച്ചയായും വെക്കാൻ പറ്റില്ല, മുടിയില്ലാത്തോട്ട്. ഇനി ഇങ്ങനെ കെട്ടാൻ പറ്റിയില്ല. സോ അപ്പൊ ഇനി പായസം വാങ്ങിക്കാൻ വരണം. 11:30 ആകുമ്പോ വരണം ഗൈസ്. നമ്മൾ പായസത്തിന് എഴിച്ചിട്ടുണ്ടല്ലോ. പായസത്തിന് മണമുണ്ട് കേട്ടോ. പക്ഷെ എനിക്ക് ഇവിടുത്തെ പായസം ഇഷ്ടമാണ്. ഇവിടുത്തെ പായസത്തിന് അധികം മധുരം ഇല്ല, ലൈറ്റ് മധുരം. നല്ല പാല്, നല്ല മറ്റെന്തുവാ കുത്തരിയാ, ആ കുത്തരി, അത് വെച്ചാണ് ഇവിടെ പായസം ഉണ്ടാക്കുന്നത്. എല്ലാരും കൃഷ്ണസ്വാമിയുടെ അമ്പലത്തിൽ വന്ന് കുടിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. പായസം കഴിപ്പിക്കണമെന്ന് പറയാം. കഴിപ്പിക്കണം. കിട്ടത്തില്ല, ഫ്രീ ആയിട്ട് കിട്ടത്തില്ല. പൈസ കൊടുത്താൽ കിട്ടും കേട്ടോ. അമ്പലത്തിൽ പിന്നെ വൈകിട്ട് വന്നാ പക്ഷെ ഫ്രീ ആയിട്ട് കിട്ടും, അധികം ഉണ്ടെങ്കിൽ. ഇറങ്ങി കഴിഞ്ഞിട്ട് എന്തിനാ അമ്പലത്തിൽ വന്നിരിക്കുന്നത്? കാല് ക്ഷീണിച്ചുകൊണ്ട് അതാ ചോദിച്ചേ. അമ്പലത്തിൽ ഇങ്ങനെ ഇറങ്ങി കഴിഞ്ഞാൽ അമ്മ എപ്പോഴും വന്ന് ഇങ്ങനെ ഇരിക്കത്തില്ല. അതെന്താ കാരണം? എന്തെങ്കിലും ഉണ്ടോ? പണ്ടുപോലെ ഇങ്ങനെ ഇരിക്കും. അപ്പൊ ഇപ്പോഴും ഇരിക്കും അല്ലേ? മണ്ടത്തരം എന്തെങ്കിലും പറയും. അതാ ചോദിച്ചേ. അങ്ങനൊക്കെ ഇല്ലേ?
സമ്മാനം കിട്ടിയതിന് മൂത്ത മകനെ നല്ലതാക്കി തന്നതിന് നന്ദിയുണ്ട് കൃഷ്ണ എന്ന് പറഞ്ഞ അമ്മ. ഞാൻ പറയുന്നത് പിന്നെന്താ പറയുന്നത്? ഭഗവാന്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടായാൽ മതി. നമ്മൾ അമ്പലത്തിൽ നിന്നൊക്കെ ഇറങ്ങി. ഇനി നമ്മൾ ഒരു 11:30 ആകുമ്പോൾ അമ്പലത്തിൽ വരണം. മെയിൻ ആയിട്ട് എന്തുവാ നമ്മുടെ എന്തുവാ പായസം, പാൽ പായസം മേടിക്കും. എന്നിട്ട് അത് കഴിക്കുന്നതും കൂടെ ഞാൻ കാണിച്ചു തരാം. പിന്നെ ഞാനും കൂടെ വരും. അമ്പലത്തിൽ പോയിട്ട് ഞങ്ങൾ കുടുംബ വീട്ടിലോട്ട് വരികയാണ്. കഥ പറയുന്നോട്ടൊക്കെ ഉണ്ട്. ഇതാണ് ഞങ്ങളുടെ കുടുംബ വീട് ഗൈസ്. ഇവിടെ ആരുമില്ല താമസിക്കാൻ. ഇവിടെ ഇത് ഒടിഞ്ഞു കേട്ടോ, കളിച്ച് നടന്ന വീട്, അതായത് കളിച്ച് വളർന്ന വീട്. പക്ഷെ അവിടെ ആരുമില്ല താമസിക്കാൻ. പോയി ഞാൻ പോയി പട്ടിക്ക് ഇവിടുത്തെ ഡോഗിന് പോയി ബിസ്ക്കറ്റ് വാങ്ങിച്ചോണ്ട് വരാം ഗൈസ്. കമോൺ വാ, ചുമ്മാ പോയിട്ട് വരാം. ഞങ്ങള് കളിച്ചു വളർന്ന ഞങ്ങളുടെ കുടുംബ വീട്. ഇപ്പം എല്ലാം ഇപ്പൊ താമസമൊന്നും ഇല്ലാത്തതുകൊണ്ട് എല്ലാം അങ്ങ് വല്ലാതായ. പക്ഷെ ഇവിടെ ഉമ്മയ്ക്കൊക്കെ ഉണ്ടായിരുന്നു തൊഴുത്ത്. ഇപ്പൊ എല്ലാം പോയി. പക്ഷെ അതിന്റെ ഭംഗിയുണ്ടായിരുന്നു. 2 പട്ടിയുണ്ട് ഗൈസ്. ഞങ്ങള് കൊണ്ടുവന്നിട്ടേ ഉള്ള ഇവിടെ വല്യച്ഛനതൊക്കെ എല്ലാം പോയിട്ടുണ്ട്. ലോക്ക് ചെയ്തിട്ട് പക്ഷെ തുറക്കാൻ പറ്റത്തില്ല. ഓർമ്മയുണ്ട്, ഞാൻ കുറച്ച് നാളായി പക്ഷെ ഇങ്ങോട്ട് വന്നത്. പക്ഷെ ഓർമ്മയൊക്കെ ഉണ്ട് കേട്ടോ, ഓർമ്മയൊക്കെ ഉണ്ട് കേട്ടോ. നീ എത്തുന്നില്ല ഇവിടെ. എല്ലാം ഇത് അഡിക്റ്റ് ആയി കിടക്കുന്നു. എന്റെ റൂം ഇതിന്റെ ഇതായിരുന്നു ഞങ്ങളുടെ റൂമിന്റെ വാതില് പണ്ടത്തെ, അല്ലേ നല്ല രസമായിരുന്നു അല്ലേ? ചെറുതനം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞതാ. തഴമ്പിച്ച് ചെയ്യുകയാണെങ്കിൽ എന്താണെങ്കിലും ചെറുതനത്തിന് അറിയത്തില്ല അത് തഴമ്പിച്ച് ചെയ്യാണ്. ശരി ശരി ശരി. ചെറുതനം തോരമ്പൊക്കെ എടുക്കുമോ? ഇതിന്റെ നമ്മുടെ കുടുംബത്തിന്റെ വാതിക്കൽ വലിയ കനാലൊക്കെ ഉണ്ട് കേട്ടോ. കനാലും പിന്നെ അതുപോലെ തന്നെ പണ്ട് ഇവിടെയൊക്കെ കാവും ഒക്കെ ആയിരുന്നു. ഇവിടെ ഫുള്ള് കാടായിരുന്നു. പക്ഷെ ഇപ്പം എല്ലാം മാറ്റി ഇപ്പം കുറെ പ്ലോട്ടൊക്കെ ആയിട്ട് തിരിച്ച് വീടൊക്കെ വെച്ചു അവിടെ എല്ലാവരും. പക്ഷെ ഇവിടെ അടിപൊളിയായിരുന്നു. പണ്ട് ഞങ്ങൾ കളിച്ചോണ്ടിരുന്നത് അവിടെ പണ്ട് ക്രിക്കറ്റ് കളിച്ചോണ്ടിരുന്നത് ഇവിടുന്ന്. പിന്നെ അത് മാറി അവിടെ എല്ലാം വീടായി. പിന്നെ ഇവിടെ എല്ലാം ഓപ്പൺ ആയിരുന്നു, മതിലോ ഒന്നും ഇല്ലായിരുന്നു, നോർമൽ ഫുൾ ഓപ്പൺ ആയിരുന്നു. പണ്ട് ഞങ്ങൾ ചൂണ്ടയൊക്കെ ഇടുന്ന ഇതിനകത്തായിരുന്നു ചൂണ്ടയിടുന്നതും. അതൊക്കെ രസമായിരുന്നു. പക്ഷെ എല്ലാം മാറി. പക്ഷെ ഇവിടെ എല്ലാം കാട്. നേരത്തെ ഇവിടെ ഒന്നും കാടായിട്ടോ ഒന്നുമില്ല, എല്ലാം നല്ല പറമ്പായിട്ട് ഫുള്ള് അടിപൊളിയായിട്ട് കിടക്കുമായിരുന്നു. അപ്പം താമസമൊന്നും ഇല്ലാത്തതുകൊണ്ട് എല്ലാം പോയിട്ട് ഇവിടുത്തെ എല്ലാം പൊളിഞ്ഞ്, കനാലെല്ലാം പൊളിഞ്ഞ് എല്ലാം ശോഭമായി. പക്ഷെ ഇവിടെ അടിപൊളിയായിരുന്നു പണ്ട്. നമ്മുടെ വീട് ഇവിടുന്ന് നേരെ പണ്ടായിരുന്നെങ്കിൽ പണ്ട് ഇവിടെ ഇതൊന്നും ഇല്ലാതെ നമ്മുടെ വീട് ഇവിടുന്ന് അങ്ങോട്ട് നോക്കിയാൽ കാണാമായിരുന്നു. പക്ഷെ ഇപ്പം കാണാനൊക്കത്തില്ല. ഇപ്പം ഫുള്ള് കാടൊക്കെ ആയി, കുറേ സെറ്റപ്പൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കിനും ഇപ്പം അങ്ങനെ കാണത്തില്ല. പക്ഷെ നേരത്തെ ഞങ്ങൾ കളിക്കാൻ പോകുന്നത് ഇവിടുന്ന് ഇങ്ങനെ നടന്ന് അതുവഴി പോയി ഇങ്ങനെ ആയിരുന്നു പൊക്കോണ്ടിരുന്നത്. ഇപ്പം അങ്ങ് മാറിയല്ല, എല്ലാം മാറുമല്ലോ. പണ്ടൊക്കെ ആകുമ്പോഴത്തേക്കിനും ഇവിടെ എല്ലാവരും ഉത്സവത്തിന്റെ ഉത്സവം തന്നെയാണ്. എല്ലാവരും വരും. എൻ്റെ അച്ഛന് 6 ചേട്ടന്മാരാണ്. അപ്പം അവരുടെ ഭാര്യയും മക്കളും എല്ലാവരും വരും. പക്ഷെ ഭയങ്കര ഒരു ഉത്സവം കൂട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഉത്സവം കൂട്ടാം. എല്ലാവരും ഒരു ദിവസം നമ്മൾ ഇവിടെ തന്നെ ആയിരിക്കും ഫുഡെല്ലാം ഉണ്ടാക്കുന്നത്. നമുക്ക് എല്ലാവർക്കും വേണ്ടി ഫുഡ് ഉണ്ടാക്കുന്നത്. അപ്പോൾ രാവിലെ തൊട്ട് നമ്മൾ രാവിലെ എന്ന് വെച്ചാൽ തലേദിവസം അത്തപ്പൂ വരെ ഇട്ട്, അത്തപ്പൂം അതെല്ലാവരും കൂടെ ആയിരിക്കും ഇടുന്നത്. അത്തപ്പൂ ഇട്ട് പിന്നെ അതുപോലെ തന്നെ രാവിലത്തെ ഫുഡ്, ഉച്ചക്കത്തെ ഫുഡ്, രാത്രിത്തെ ഫുഡ്, പിന്നെ അതുപോലെ തന്നെ കുറേ ഗെയിംസ്. നമ്മുടെ പുറയിൽ ഊഞ്ഞാലൊക്കെ ഇടും. പക്ഷേ ഇവിടുത്തെ കൃഷ്ണൻ ചേട്ടനായിരുന്നു, അണ്ണനെ ഞങ്ങൾ വിളിക്കുന്നത്, ചേട്ടനായിരുന്നു ഈ ഊഞ്ഞാലിൻ്റെ പരിപാടിയും കാര്യങ്ങളും എല്ലാം ഇടുന്നത്. അത് അടിപൊളിയായിരുന്നു. അണ്ണനിടും. അണ്ണൻ്റെ ഊഞ്ഞാല് പണ്ടിങ്ങനെ ആട്ടും എന്ന് വെച്ചാൽ നോർമലായിട്ട് ആകാശത്ത് വരെ പോവും, അതുപോലെ ആട്ടും അണ്ണൻ. അപ്പോൾ അതുപോലെ കുറേ മെമ്മറീസ് ഉള്ള ഒരു സ്ഥലമാണിത് എനിക്ക്. പിന്നെ കൊച്ചിലേ മുതലേ കളിച്ച് വളർന്ന വീടാണ്. കൊച്ചിലേ മുതലേ
എല്ലാവരും എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിലും എൻ്റെ ചേട്ടന്മാരൊക്കെ ആണെങ്കിലും വലിയ ഈ പറയുന്ന കൂട്ട് എന്തു പറയുന്നത്, ഈ ചേട്ടന്മാരൊക്കെ ആണെങ്കിൽ ഈ ചേട്ടൻ കളിക്കാനെന്ന് വരുന്ന ചേട്ടന്മാരല്ലായിരുന്നു എൻ്റെ. എല്ലാവരും നല്ല ഫ്രണ്ട്സ് എങ്ങനെയാണ് നമുക്കൊരു ഫ്രണ്ട്സ് സെറ്റപ്പ് എങ്ങനെയാണ് നമുക്ക് എന്തും പറയാം. ആ ഒരു സെറ്റപ്പുള്ള ചേട്ടന്മാർ അത് ഇപ്പോഴാണെങ്കിലും അങ്ങനെ തന്നെ, നേരത്തെ ആണെങ്കിലും അതുപോലെ തന്നെ. പക്ഷെ ഒരു ഭയങ്കര സ്പെഷ്യലാണ് ഈ വീട് എനിക്ക്. ചെടി ചെടി ഇഷ്ടം പോലെ ഉണ്ടായാലും എവിടുന്നെങ്കിലും ഒക്കെ കിട്ടുന്ന ഗൈസ്. ഇതാണ് ഞങ്ങളുടെ കുടുംബ വീട്. ഞാൻ കളിച്ച് വളർന്ന എത്രാമത്തെ ഇയാൾ പറയുന്നത് ഒന്നുകൂടെ പറയാൻ. പക്ഷെ ഇവിടെ ഓണത്തിനൊക്കെ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ പണ്ടൊക്കെ ഉണ്ടല്ലോ എല്ലാവരും വരും. എന്ന് വെച്ചാൽ ചേട്ടന്മാരൊക്കെ ഉണ്ടല്ലോ. ചേട്ടന്മാർ പട്ടാളത്തിലാണേലും ഓണത്തിന് എല്ലാവർക്കും ലീവ് വയ്ക്കും. അന്നൊന്നും ആരും കല്യാണം കഴിച്ചിട്ടില്ല. ഞങ്ങൾ ചിലപ്പോൾ ഇങ്ങനെ ഇവിടെ ഇരിക്കുമ്പോൾ അത്തപ്പൂടാന്ന് വെച്ചു. ഒരു ദിവസമാണെങ്കിൽ ഞങ്ങൾ രാത്രി അത്തപ്പൂ ഇട്ടു. അന്ന് എത്ര മണിക്ക് കിടന്നേന്നറിയോ? അന്ന് ഭയങ്കര ലേറ്റ് ആയിട്ടാണ് കിടന്നത്. ഞങ്ങൾ എന്തോ പേടിച്ചൊക്കെ ഓടി വരക്കെ. പക്ഷെ ഞാനന്ന് കിടന്നുറങ്ങുമായിരുന്നു, ഞാൻ കുഞ്ഞായിരുന്നു. വലിയ രീതിയിൽ അത്തപ്പൂ ഇടുക അന്നൊക്കെ രസമായിരുന്നു. എല്ലാവരും വരും നിൽക്കുകയൊക്കെ ആയിരുന്നു. പക്ഷെ ഇപ്പൊ ആരും നിൽക്കുന്നുമില്ല, വരുന്നുമില്ല. എല്ലാവരും എല്ലാവരുടെ ഫാമിലി. ഇയാള് തന്നെ വരത്തില്ലല്ലോ, ഞാൻ തന്നെ വരത്തില്ല. എല്ലാ ഫാമിലി നമ്മുടെ വലിയൊരു മെമ്മറിയാ ഇവിടെ. കുഞ്ഞിലെ തൊട്ട് കളിച്ചു വളർന്ന രസമായിരുന്നു. പക്ഷേ ഇവിടെ രസമായിരുന്നു, വളരെയധികം രസമായിരുന്നു. പക്ഷെ എന്തുവാ വിഷമമായിരുന്നു. അതെ സത്യത്തിൽ ഈ പ്രാവശ്യം സത്യം പറഞ്ഞ ഇവിടെ അങ്ങ് നിക്കാൻ തോന്നുന്നു. എന്തോ ഒരു ആകർഷണം. നല്ല അകത്തെല്ലാം നല്ലതായിരുന്നെങ്കിൽ നോക്കി ഇരിക്കെങ്കിലും ചെയ്യും. നമ്മുടെ മനസ്സില്ല മനസ്സോടെ നമ്മൾ വീട്ടിലോട്ട് പോകാൻ. മനസ്സോടെ എനിക്കിവിടെ വരണമെന്നേ ഇല്ല. ഓ ഇതൊക്കെ ബാത്റൂം. നമ്മൾ നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഞങ്ങൾ വീട്ടിലെത്തിയിരിക്കുന്നു ഗൈസ്. എത്തി. ഇനിയാണെങ്കിൽ പായസം വാങ്ങിക്കാൻ പോകണം. അപ്പൊ ഇനി വിശക്കുന്നു, കഴിച്ചിട്ട് ഇനി പായസം വാങ്ങിക്കാൻ പോകാം. അപ്പൊ ഇങ്ങനെ പോയി ഫുഡ് കഴിച്ചിട്ട് പായസം വാങ്ങിക്കാൻ പോകാം. പായസം കഴിക്കുന്നേ കാണിക്കാം ഞാൻ നിങ്ങളെ. രാവിലെ മഞ്ചാണ് എന്തുവാ പറയുന്നത്, എന്തോ ഒരു ഇത് പറഞ്ഞു, ന്യൂട്രീഷൻ ആണ് മഞ്ച്. നമുക്ക് പായസം വാങ്ങിക്കാൻ സമയമായിരുന്നു. ഇപ്പോൾ 11:30 കഴിഞ്ഞിരിക്കുന്നു. കിട്ടുമോ ഇല്ലയോ നമുക്ക് പോയിട്ട് അറിയാം. ചെയ്യും 11:30 പറഞ്ഞില്ലെങ്കിൽ 11 മണിക്ക് കിട്ടുന്നേ. ഇന്ന് വാവായോണ്ട് എന്തോ ബൈക്കിന്റെ താക്കോല്, ഗേറ്റിന്റെ താക്കോലെടുത്തിട്ട് ബൈക്കിന്റെ താക്കോലെടുത്തിട്ട് ബൈക്കിന്റെ താക്കോലോ. ഓക്കെ ലെറ്റ്സ് ഗോ ടു അമ്പലം ആൻഡ് പിക്ക് സം പായസം. അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് ഗായ്സ്. എങ്ങനെ നമ്മുടെ റോഡ് കണ്ടോ? നിങ്ങൾക്ക് അഡ്വഞ്ചർ വഴി വരണമെങ്കിൽ അഡ്വഞ്ചർ എടുക്കണമെങ്കിൽ മലയും കൊണ്ടൊന്നും പോകണ്ട, നമ്മുടെ റോഡിൽ കൂടെ വന്നാൽ മതി. പിന്നെ ആണെങ്കിൽ കുറെ ചെളി വേണമെങ്കിൽ ഞങ്ങളെ അറിയിക്കേണ്ട. നിങ്ങളുടെ വീട്ടിലേക്ക് ഞങ്ങൾ ചെളി തരുന്നതായിരിക്കും. നല്ല ഓഫ് റോഡ് റോഡാണ്. അങ്ങനെ ഗായ്സ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. നമ്മൾ എന്തിനു പോവുകയാണ്? നമ്മൾ പായസം വാങ്ങിക്കാൻ. നമ്മളിപ്പോ ഇവിടെ പോകുന്നു പൂജി. പായസം മേടിക്കാൻ. അങ്ങനെ നമുക്ക് പായസം വാങ്ങിക്കാൻ പോകാം. പായസം വെച്ചിട്ട് അങ്ങനെ നമുക്ക് നീണ്ട ഇടവേളയ്ക്ക് ശേഷം നമ്മുടെ പായസം എത്തി. ഇനി ഞാൻ കഴിക്കുന്ന കാണിച്ചാൽ ഇനി ഞാൻ വീട്ടിൽ ചെന്നിട്ട് കാണിച്ചിട്ട് തിളച്ചിരിക്കുക. അപ്പൊ ഗൈസ് ഈ പായസത്തിന് ചൂടുണ്ട്. അങ്ങനെ നമ്മുടെ അമ്പലത്തിൽ നല്ല പാൽപ്പായസം കുടിച്ചാലോ? പായസം കുടിച്ചാലോ? നല്ല ടേസ്റ്റ്. വേണോ? ആർക്കെങ്കിലും വേണോ? അയ്യോ ചൂടുണ്ട്. ഞങ്ങൾ കമത്തി.